ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഷോർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുൻപ് നമ്മൾ ചെയ്തിരുന്ന ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ എക്സാം സ്പെഷ്യൽ നോട്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അഥവാ എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും അറ്റൻഡ് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള എക്സാം നോട്ട്സ് ആണ് നിങ്ങൾക്ക് ഞാനിവിടെ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിനേക്ക് മുൻപായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പാഠഭാഗത്തിൻ്റെയും നോട്ട്സും ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്നും എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന സൂത്രവാക്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അഥവാ ഈ മാച്ച് ബോക്സ് എന്ന ഈ സ്റ്റോറിയിൽ നിന്നും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അത് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയങ്ങൾ ഒന്നാമതായിട്ട് ഈ പാഠത്തിന്റെ സമ്മറിയാണ്. പിന്നെ മറ്റൊന്നായിട്ടുള്ളത് ഈ സമ്മറിയെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് ലഘൂകരിച്ചുകൊണ്ട് ഒന്നുകൂടി സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അഥവാ നിങ്ങൾക്ക് സമ്മറി ടഫാണ്, പഠിക്കാനൊക്കെ കടുപ്പാണ്, ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സമ്മറി പോയിന്റ് ആയിട്ട് സിമ്പിളായിട്ട് എഴുതിയതാണ്. പിന്നെ മറ്റൊന്നുള്ളത് ക്യാരക്ടർ സ്കെച്ചാണ്. അത് അജിത്തിൻ്റെതുണ്ട്, നൊമിതയുടെ ഉണ്ട്, നൊമിതയുടെ അമ്മയുടേതുണ്ട്. അപ്പോൾ അജിത്തിൻ്റെതോ അല്ലെങ്കിൽ നൊമിതയുടേതോ അല്ലെങ്കിൽ നൊമിതയുടെ അമ്മയുടേതോ ഏതെങ്കിലും ഒന്ന് വരാവുന്നതാണ്. അപ്പോൾ ഇവർ 3 പേരുടേതും ക്യാരക്ടർ സ്കെച്ചുണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ കോമൺ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ, ചോദ്യങ്ങൾ കാര്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പിന്നെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ സമ്മറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് സമ്മറിയിൽ പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന മാച്ച് ബോക്സ്, അപ്പോൾ അതിൻ്റെ സമ്മറിയാണ്. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ ബംഗാളി ജോയിന്റ് ഫാമിലി വിത്ത് 26 members in it. The story is about a poor Bengali village girl named Nomida. She comes from a very poor family, but she is a very beautiful, and that is why she gets married into rich family. But the marriage becomes a box trap for her. Her husband Ajit is always doubtful of her. He opens the letter that arrived in Nomida's address to make sure that they are not love letters. But it is her aged mother who sends up the letters requesting help. Nomida quarrels with Ajit and she lights a matchstick and touches it to her sari. Immediately Ajit jumps to her side and puts out the fire. Now he looks fearfully at Nomida's red face. അപ്പോൾ ഇതാണ് മാച്ച് ബോക്സിന്റെ സമ്മറി എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ മീനിങ്സ് എന്ന് നോക്കാം. അപ്പോൾ ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ ബംഗാളി ജോയിന്റ് ഫാമിലി. ബംഗാളി ജോയിന്റ് ഫാമിലിയാണ് ഈ കഥ നടക്കുന്നത്. ടേക്സ് പ്ലേസ് എന്ന് വെച്ചാൽ നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ മൊത്തമായിട്ട് 26 മെമ്പർമാരാണ് ആ ജോയിന്റ് ഫാമിലിയിലുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഇതിൽ പറയുന്നത് നൊമിത എന്ന് പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട ബംഗാളി ഗ്രാമീണ സ്ത്രീയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അവൾ വരുന്നത് എവിടെ എന്ന് വെച്ചാൽ എ വെരി പുവർ ഫാമിലി, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വളരെ നല്ലൊരു ഭംഗിയുള്ള കുട്ടിയാണ് ഈ നൊമിത എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൈ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ്സ് ആണ് അക്കാരണത്താൽ. അപ്പോൾ ഈ സൗന്ദര്യമുള്ള കാരണത്താൽ എന്താക്കിയിരിക്കുന്നത് ഷീ ഗെറ്റ്സ് മാരീഡ് ഇൻ ടു റിച്ച് ഫാമിലി, ഒരു വലിയ ധനികരായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് എന്താക്കിയത് അവരെ വിവാഹം ചെയ്തതിന്റെ കാരണം ഈ സൗന്ദര്യം കണ്ടിട്ടാണ്. പക്ഷേ ഇത് മാച്ച് എന്ന് വെച്ചാൽ ഈ വിവാഹം ബിക്കംസ് എ ബോക്സ് അഥവാ ട്രാപ്പ് ഫോർ ഹെയർ. പക്ഷെ ഈ ഒരു വിവാഹം അവൾക്കൊരു കെണിയായി മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. കാരണം അവളുടെ ഭർത്താവാണ് അജിത്ത്. അപ്പോൾ അജിത്ത് എപ്പോഴും അവളെ സംശയിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, പിന്നെ നൊമിതയുടെ അഡ്രസ്സിൽ വരുന്ന കത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് വായിച്ചു നോക്കുന്നു. അപ്പോൾ അത് വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ അത് നൊമിതക്ക് വരുന്ന ലവ് ലെറ്റേഴ്സ് അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്.
പക്ഷെ എന്താണ് അത് എന്തായിരുന്നു ആ കത്ത്, യഥാർത്ഥത്തിൽ ആ കത്ത് എന്ന് പറയുന്നത് നൊമിതയുടെ എന്താണ് പ്രായമായിരിക്കുന്ന അമ്മ എഴുതിയ കത്തുകളാണ്. അപ്പോൾ എന്താണ് പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കത്തുകളായിരുന്നു അത്. അപ്പോൾ ഇതിന്റെ പേരിലാണ് എന്താകുന്നത്, നൊമിതയും അജിത്തും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ക്വറൽസ് എന്ന് വെച്ചാൽ തർക്കമാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു, ഒരു പിന്നെ മാച്ച് സ്റ്റിക്സ് എടുത്തുകൊണ്ട് അഥവാ തീപ്പെട്ടിക്കൊള്ളി എടുത്തുകൊണ്ട് അത് കത്തിക്കുകയും അത് അവളുടെ സാരിത്തുമ്പിൽ പിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അത് പിന്നെ അജിത്ത് എടുത്തു ചാടിക്കൊണ്ട് അത് കെടുത്തുന്നു. അങ്ങനെ എന്താകുന്നു, അജിത്ത് എന്താണ് നൗ ഹി ലുക്സ് ഫിയർഫുൾ അറ്റ് നൊമിതാസ് റെഡ് ഫേസ്. അങ്ങനെ എന്താണ് പിന്നെ അജിത്ത് പിന്നെ നൊമിതയുടെ എന്താണ് ചുവന്നിരിക്കുന്ന മുഖത്തേക്ക് നോക്കുകയാണ് ഭയത്തോടു കൂടി. ഫിയർഫുള്ളി എന്ന് വെച്ചാൽ ഭയം, പേടിയോടുകൂടി. അപ്പോൾ അതാണ് എന്താക്കുന്നത് മാച്ച് ബോക്സിന്റെ സമ്മറി എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിന്റെ എന്താണ് അനാലിസിസ് ഓഫ് ദ ലെസൺ. അതാണ് എന്താക്കുന്നത് ഈ മാച്ച് ബോക്സ് എന്ന സമ്മറി എന്താണ് നമ്മൾ ഒന്നുകൂടി ഷോർട്ടായിട്ട് പിന്നെ കൊടുത്തതാണ്. അപ്പോൾ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്താക്കാം ഒഴിവാക്കിക്കൊണ്ട് നേരെ എന്താണ് എഴുതിയാൽ മതിയാവുന്നതാണ്. ലൈൻസ് ആയിട്ട് പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അനാലിസിസ് ഓഫ് ദി ലെസൺ. The story Matchbox is about the life of Nomida. She is typical village woman in India. She quarrels over a letter with her husband Ajit. Ajit is rich and unkind. He opens the letter addressed to Nomida without her permission. It was a letter from her widowed mother. She becomes angry. She loses her self-control. Ajit insults her. At last, she burns her sari. Then only he becomes cool. Nomida is innocent and bold. She is helpless victim. അപ്പോൾ ഇതാണ് എന്താണ് മാച്ച് ബോക്സിന്റെ സമ്മറിയുടെ പോയിന്റ്സ് ആണ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്താണ് നമ്മളൊന്ന് പോയിന്റ് ആയിട്ട് എഴുതി എന്നേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോയിന്റാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ പോയിന്റ്സ് മാറ്റിയിട്ട് നേരെയായിട്ട് പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കേണ്ടതാണ്. പോയിന്റ്സിന്റെ ആ പോയിന്റുകൾ മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും മാച്ച് ബോക്സിൽ എന്താണ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും സമ്മറി വന്നാലും ഇനി അജിത്തിനെ കുറിച്ച് വന്നാലും അതേപോലെ തന്നെ പിന്നെ നൊമിതയെ കുറിച്ച് വന്നാലും ഈ ഒരു എന്താണ് ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത് നൊമിതയുടേതാണ്. കാരണം പരീക്ഷയ്ക്ക് അധികം ചോദിക്കാറുള്ള നൊമിതയുടേതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ്. Nomida is the wife of Ajit. She comes a poor family. She is very bold and courageous. Ajit, her husband, always reads the letter sent by her mother without her permission. He always insults her. She questions this attitude of her husband. She tries to fire her sari when her husband mistreats her. Nomida is a typical Indian woman. അപ്പോൾ ഇത്രയുമാണ് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഈ പോയിന്റ്സ് മാറ്റിയതിന് ശേഷം അതൊരു പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈസിയായി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത് പോയിന്റ്സ് ആക്കിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ പോയിന്റ് എഴുതാൻ പാടില്ല, മറിച്ച് ഇതെന്താണ് പോയിന്റ്സ് മാറ്റി ലൈൻ ബൈ ലൈൻ ആയിക്കൊണ്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സമ്മറിയിലുള്ള വിഷയങ്ങൾ ഇതിലേക്കും ഉൾപ്പെടുത്താം, ഇതിലുള്ള വിഷയങ്ങൾ സമ്മറിയിലും ഉൾപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സാണ്, രണ്ട് ക്യാരക്ടേഴ്സും കൂടിയുണ്ട്. ഒന്ന് അജിത്താണ്, മറ്റൊന്ന് നൊമിതയുടെ അമ്മയുമാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നിരുന്നാലും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാവുന്നതാണ്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ Ajit is an important character in the short story Matchbox. Ajit is the husband of Nomida. He is from a rich and joint family. He married Nomida because of her beauty. He considers his wife as a mere slave. He insults her. He reads the letter addressed to his wife without her consent. He ridicules Nomida for her poor family background. Ajit is typical Indian husband who treats his wife as a puppet. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ടഫുള്ള വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നോക്കാം നമുക്കൊന്ന്. അപ്പോൾ എന്താണ് ബിക്കോസ് ഓഫ് ഹെയർ ബ്യൂട്ടി എന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യം കാരണത്താൽ എന്നാണ്. കൺസിഡേഴ്സ് എന്ന് വെച്ചാൽ പരിഗണിക്കുന്നത് എന്നാണ്. ആസ് മേയർ സ്ലൈവ് എന്ന് വെച്ചാൽ എന്താണ് വെറും ഒരു അടിമ മാത്രമായിട്ട്. സ്ലൈവ് എന്ന് വെച്ചാൽ എന്താണ് അടിമ എന്നുള്ള, മേയർ എന്ന് വെച്ചാൽ മാത്രമുള്ള. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കോൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതമാണ്. റിഡിക്യൂൾസ് എന്ന് വെച്ചാൽ പരിഹസിക്കുക.
അപ്പോൾ ഇത്രയുമാണ് എന്താക്കുന്നത് ഇതിലുള്ള വേർഡ്സ് നിങ്ങൾക്ക് ലഭിക്കാത്തതുണ്ടാവുക, കിട്ടാത്തതുണ്ടാവുക. അപ്പോൾ ഇതാണ് പപ്പറ്റ് എന്ന് വെച്ചാൽ കളിപ്പാവിയായിട്ട്. അപ്പം വൈഫിന് എന്താണ് വെറും ഒരു കളിപ്പാവിയായിട്ടാണ് എന്താക്കുന്നത് അജിത്ത് എന്താക്കിയിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം, ക്യാരക്ടർ സ്കെച്ച് നോക്കാം. നൊമിതയുടെ അമ്മയുടേതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ Nomida's mother is a different character in the short story. She is a widow. She is a poor woman. She married off her daughter Nomida to the rich man Ajit. She seeks money from her daughter through letters. She knows that her son-in-law Ajit would help her, but her habits of begging for money made her daughter inferior. She expects money from her son-in-law to repair her thatched roof. Her son-in-law Ajit ridicules her daughter for her begging. She is illiterate ordinary Indian woman. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് മുമ്പുള്ള സമ്മറിയിലുള്ള കാര്യങ്ങൾ ഇതിലേക്കും ഉൾപ്പെടുത്താം, ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മറിയിലേക്കും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് ഇത് നിങ്ങൾക്ക് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ക്യാരക്ടർ സ്കെച്ചിൽ ഏതും സമ്മറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാരക്ടർ സ്കെച്ചിലേക്കും ഉൾക്കൊള്ളിക്കാം, ക്യാരക്ടർ സ്കെച്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമ്മറിയിലേക്കും ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ബ്ലർബ് റൈറ്റിംഗ് ആണ്. അഥവാ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ബ്ലർബ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ എന്താണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബ്ലർബ് കോമൺ എക്സ്പ്രഷൻസ്. ബ്ലർബ് റൈറ്റിങ്ങുമായിട്ട് ഒരു ചോദ്യം വന്നാൽ അതിൽ പൊതുവായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിട്ടൺ ബൈ എന്ന് കഴിഞ്ഞിട്ട് ആരാണോ എഴുതിയിരിക്കുന്ന ആളെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. The language used here is powerful. A must read. The characters and the characters are interesting and inspiring. It is the masterpiece of the author. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഒരു ബ്ലർബ് റൈറ്റിംഗ് ചോദ്യം വന്നാൽ ഉത്തരമായിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു ബ്ലർബ് റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം. Prepare a blurb for the short story text Matchbox written by ആശാപൂർണ ദേവി. അപ്പോൾ ആശാപൂർണ ദേവി എഴുതിയിരിക്കുന്ന മാച്ച്ബോക്സ് എന്ന കഥയുടെ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ബ്ലർബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഉത്തരം എഴുതേണ്ടത്, അഥവാ മുകളിൽ കൊടുത്തിരിക്കുന്ന കോമൺ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ആൻസർ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് സെൻട്രലായിട്ട് മാച്ച് ബോക്സ് എന്ന് എഴുതുക, എന്നിട്ട് അണ്ടർലൈൻ കൊടുക്കുക. പിന്നെ ആരാണ് എഴുതിയിരിക്കുന്ന അയാളുടെ പേര് കൊടുക്കണം, ആശാപൂർണ ദേവി എന്ന് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. ഇനി വേറെ വല്ല ക്വസ്റ്റ്യനും ആണെങ്കിൽ എന്താണോ ആ സ്റ്റോറിയുടെ പേരെന്താണോ അതാണ് കൊടുക്കേണ്ടത്. പിന്നെ എഴുതിയത് ആരാണോ അതാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ വരേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാപൂർണ ദേവി. അപ്പോൾ നമ്മൾ കോമൺ എക്സ്പ്രഷൻസ് പറഞ്ഞിരുന്നു. പിന്നെ ഇറ്റ് ഈസ് റിട്ടൺ ബൈ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആശാപൂർണ ദേവിയാണ് ഇവിടെ നമ്മൾ ആശാപൂർണ ദേവിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മാച്ച് ബോക്സ് ചെയ്തത് ആശാപൂർണ ദേവിയാണല്ലോ. ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. നമിത ഈസ് ദ മെയിൻ ക്യാരക്ടർ. അജിത് ഈസ് ഹെർ ഹസ്ബൻഡ്. നമിതാസ് ഹസ്ബൻഡ് ലൈഫ് ഈസ് കമ്പയർഡ് ടു എ മാച്ച് ബോക്സ്. Ajit is very unkind and cruel toward her. The language used here is powerful. It is the masterpiece of the author. A must-read short story. Matchbox is originally written in Bengali. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ ആൻസറായിട്ട് വരേണ്ടത്. അപ്പം ബ്ലർബ് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഒരു ബോക്സിലായിട്ടാണ് അത് എഴുതേണ്ടത്. അപ്പോൾ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രൂവൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രൂരൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റു വല്ല അർത്ഥങ്ങളും ലഭിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാച്ച് ബോക്സിൽ എക്സാമിന് വരാവുന്നത്. അപ്പോൾ ഈ മാച്ച് ബോക്സുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിലെ ഒരു ഭാഗം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അത് ക്യാരക്ടർ സ്കെച്ച് ആയാലും സമ്മറി ആയാലും ബ്ലർബ് ആയാലും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ്
ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഷോർട്ടായിട്ടുള്ള എക്സാം നോട്ട്സുകൾ മറ്റെല്ലാ പാഠഭാഗത്തിൻ്റെയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാവിധ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ഓൾ.